ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനം ഏവരെയും അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ. മത്തായി 6:13-14. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ഇരിക്കണം എന്ന അപേക്ഷയാണ്. ഇത് നമ്മുടെ ബലഹീനതയെക്കുറിച്ചുള്ള സമ്മതമാണ്. നമ്മുടെ ബലഹീനത നിലനിൽക്കാൻ നമ്മെ പ്രാപ്തീകരിക്കുന്നില്ല എന്ന സമ്മതമാണ്. എന്നാൽ നമ്മെ പരീക്ഷിക്കാൻ ദൈവം സമ്മതിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയും ചെയ്യണം. യാക്കോബ് 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഇതുമായി നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ്. പരീക്ഷ സാത്താൻ കൊണ്ടുവരുന്നു, പരിശോധന ദൈവത്തിങ്കൽ നിന്നും വരുന്നു. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. നമ്മുടെ കഴിവിന് മീതെ നമ്മെ പരീക്ഷിക്കാൻ ദൈവം സമ്മതിക്കുന്നില്ല. അതിലുപരിയായി അവൻ ഒരു പോക്ക് വഴിയും ഉണ്ടാക്കും. അതിനാൽ നമ്മൾ ദൈവത്തിങ്കലേക്ക് വിടുതലിനായി നോക്കണം. ദുഷ്ടങ്കൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ഇതാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന. ഇതിൻ്റെ സാരാംശം യബ്ബേസിൻ്റെ പ്രാർത്ഥനയിലുണ്ട്. 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിൽ 9-10 വാക്യങ്ങൾ. പാപത്തിലേക്ക് ഇനിയും തിരിയാതെ വണ്ണം നമ്മെ സൂക്ഷിക്കാനാണ് ഈ പ്രാർത്ഥനയുടെ ഉള്ളടക്കത്തിൻ്റെ സൂചന. ഒരു പക്ഷി നമ്മുടെ തലയുടെ മീതെ കൂടി പറക്കാൻ ഇടയാക്കും, അല്ലെങ്കിൽ ഇടയാകാം. എന്നാൽ അത് നമ്മുടെ തലയിൽ കൂട് വയ്ക്കാൻ നമുക്ക് സമ്മതിക്കരുത് എന്നൊരു പഴഞ്ചൊല്ല് പണ്ട് തൊട്ടേ നിലനിൽക്കുന്നതാണ്. പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള വിടുതൽ ലഭിക്കുവോളം ഇക്കാര്യത്തിൽ നമ്മൾ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ദുഷ്ടങ്കൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. സാത്താൻ പരീക്ഷകൾ കൊണ്ടുവരുന്നത് നമ്മെ നശിപ്പിക്കാനാണ്. കർത്താവ് പരിശോധന തരുന്നത് നമ്മെ ശക്തന്മാരാക്കാനാണ്. ലോകമാലിന്യങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ വേണം. പരീക്ഷയും പരിശോധനയും ജീവിതത്തിൽ അനിവാര്യമാണ്. കാരണം പരീക്ഷയില്ലെങ്കിൽ നമ്മുടെ കഴിവ്, നമ്മുടെ ആളത്വം ഇത് അളക്കപ്പെടുന്നില്ല. ഇത് അളക്കപ്പെടാത്തിടത്തോളം കാലം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്കുള്ള പ്രവേശനം ഇല്ലാതാകും. അതാണ് പരീക്ഷയുടെയും പരിശോധനയുടെയും ഒക്കെ ഒരു പ്രാധാന്യം. ജീവിതത്തിൽ പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആളത്വത്തെ മാറ്റുരയ്ക്കുന്ന വേദികളാണ്. അതില്ലാതെ നമുക്ക് അടുത്തതിലേക്കുള്ള പ്രമോഷൻ ലഭിക്കുന്നില്ല. അപ്പോൾ ദുഷ്ടങ്കൽ നിന്ന് വിടുവിക്കാൻ, പരീക്ഷയിൽ അകപ്പെട്ട് വീണു പോകാതിരിക്കാൻ കർത്താവിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ് എന്ന ഉറപ്പും പ്രാപിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നമ്മുടെ കർത്താവിനുള്ളതാണ്. ഇതുപോലെയുള്ള സ്തുതിവാചകം 1 ദിനവൃത്താന്തം 29-ാം അധ്യായത്തിൻ്റെ 11-ൽ ദാവീദ് പറഞ്ഞിരിക്കുന്നു. ഇവിടെ പ്രാർത്ഥനയുടെ ഒരു സംഗ്രഹം കാണാം. സ്വർഗസ്ഥനായ പിതാവേ എന്ന് തുടങ്ങി നിന്റെ രാജ്യം വരണമേ. കാരണം രാജ്യം നിന്റേതാണ്, നിന്റെ ഇഷ്ടം അവിടെ നടക്കണം. ശക്തി നിനക്കുള്ളതാണ്, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. കാരണം മഹത്വം ദൈവത്തിനുള്ളതാണ്. കർത്താവ് പഠിപ്പിച്ച ഈ പ്രാർത്ഥനയുടെ പല ഭാഗങ്ങളും യഹൂദന്മാരും അവരുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ആമേൻ എന്നുള്ള ഉപസംഹാര വാക്കുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അതായത് നമ്മൾ അതിനോട് എപ്പോഴും യോജിക്കുന്നു, സമ്മതിക്കുന്നു, അത് സ്വീകരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. കർത്താവ് 12-ാം വാക്യം കുറച്ചും കൂടെ വിശദീകരിച്ച് നൽകുന്നതാണ് 13-ും 14-ും ഒക്കെ നമ്മൾ കാണുന്നത്. നമ്മുടെ ലംഘനങ്ങൾക്ക് ദൈവം തരുന്ന മോചനം നമ്മൾ മറ്റുള്ളവരുടെ ലംഘനങ്ങളെ ക്ഷമിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം
ഉൾക്കൊള്ളാൻ, സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. പ്രായോഗിക തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടെത്തിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. വെറും വാക്കുകൾ കൊണ്ട് മാത്രം അത് ഒതുക്കുന്നത് ദൈവഹിതമല്ല, ദൈവരാജ്യത്തിൻ്റെ സ്വഭാവവുമല്ല. നമുക്കത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ കർത്താവ് നമ്മളെ മാനിക്കും, അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവെ, മനോഹരമായ പുതിയ ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയ മനോഹരമായ ശ്രേഷ്ഠമായ പ്രാർത്ഥനാ വാക്കുകൾക്കായി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ അത് അനുവർത്തിക്കാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങൾ ബലഹീനരാണ്, വീണുപോകുന്നവരാണ്, പരീക്ഷയിൽ അകപ്പെട്ടു പോകാൻ സാധ്യതയുള്ളവരാണെങ്കിലും കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നു. കർത്താവെ, അകപ്പെട്ടു പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ, ബലം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് പകൽക്കാലം വലിയ ഇച്ഛാശക്തിയോടെ ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും ഇടയാക്കണമേ. യേശു മിശിഹാ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ ആലോചനയും കൃപയും നമ്മോട് കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.